ഒരു ഷിപ്പിംഗ് ചാനലിന്റെ അടിയിലായി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയത്തെ പറ്റിയും അതിന് വേണ്ട പണച്ചെലവിനെ പറ്റിയും കൊച്ചിക്കാർക്ക് നല്ല ധാരണയുണ്ട്. അവിടെയാണ് ഈ ഒരു ടണലിന്റെ പ്രസക്തി. ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇരട്ട തുരങ്കപാത. മൊത്തം 2600 കോടി രൂപ ചിലവിൽ 2.75 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ടിൻ ട്യൂബ് ടണൽ. അതിൽ തന്നെ 1.75 കിലോമീറ്റർ സീബെഡിനടിയിലായുള്ള ബോർഡ് ടണൽ. ബാക്കിയുള്ള 1 കിലോമീറ്റർ കട്ട് ആൻഡ് കവർ സെക്ഷൻ. സമുദ്രനിരപ്പിൽ നിന്നും 35 മീറ്റർ താഴെയായി 11.25 മീറ്ററും 12.5 മീറ്റർ ഡയമീറ്ററോട് കൂടി നിർമ്മിക്കുന്ന ഈ ഒരു പാതയിൽ എല്ലാ 250 മീറ്ററിലും എമർജൻസി ലേബയും ഓരോ 500 മീറ്ററിലും എസ്കേപ്പ് പാസേജും നൽകിയിട്ടുണ്ട്. സാധാരണയുള്ള 16 കിലോമീറ്റർ ദൂരം വെറും 3 കിലോമീറ്ററായി മാറുന്നു. 2 മണിക്കൂർ യാത്ര വെറും 30 മിനിറ്റായി ചുരുങ്ങുന്നു. എന്നാൽ പിന്നെ ഈ രണ്ട് സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം ഒന്ന് പണിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ ഇതൊരു ഷിപ്പിംഗ് ചാനലാണ്. ഇവിടെ പാലം ഫീസിബിൾ അല്ല. ഫെറി യാത്രയുടെ പരിമിതികൾ കൂടി കണക്കിലെടുത്താണ് ഈ ഒരു ഇരട്ട തുരങ്കപാതയിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇത് ഇപ്പോഴും പ്ലാനിംഗ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഒരുപക്ഷെ ഇത്തരം പ്രൊജക്റ്റുകളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കും.